കൂടുതൽ യൂറോപ്യൻ രാജ്യങ്ങൾ ഫലസ്തീനെ സ്വതന്ത്ര രാജ്യമായി അംഗീകരിച്ച് രംഗത്ത് വരുന്നതാണ് ഏറ്റവും പുതിയ ലോകരാഷ്ട്രീയം. ഏറ്റവും പുതുതായി നോർവേ, അയർലൻഡ്, സ്പെയിൻ എന്നീ രാജ്യങ്ങളാണ് ഫലസ്തീനെ സ്വതന്ത്ര രാജ്യമായി അംഗീകരിച്ച് രംഗത്ത് വന്നത്. മിഡിൽ ഈസ്റ്റിൽ സമാധാനം പുനഃസ്ഥാപിക്കണമെങ്കിൽ ഫലസ്തീനെ സ്വതന്ത്ര രാജ്യമായി അംഗീകരിക്കുക മാത്രമാണ് ഏക പോംവഴിയെന്ന് ഈ രാജ്യങ്ങൾ വ്യക്തമാക്കി. നേരത്തെയും ഇതേ ആവശ്യം ഉന്നയിച്ച് പല രാജ്യങ്ങളും മുന്നോട്ട് വന്നിരുന്നുവെങ്കിലും യൂറോപ്യൻ യൂണിയനും അമേരിക്ക ഉൾപ്പെടുന്ന പാശ്ചാത്യ അച്ചുതണ്ടിൻ്റെയും ഭീഷണികൾക്ക് മുമ്പിൽ അവർ നയം വ്യക്തമാക്കിയിരുന്നില്ല. എന്നാൽ മാറിയ പശ്ചാത്തലത്തിൽ ഇപ്പോൾ നയം വ്യക്തമാക്കി കൂടുതൽ രാഷ്ട്രങ്ങൾ മുന്നോട്ട് വരുന്നതാണ് നാം കാണുന്നത്. സൗത്ത് ആഫ്രിക്കയാണ് ഇസ്രയേലിനെതിരെ കോടതിയെ സമീപിച്ച് നിയമ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ദ്വിരാഷ്ട്ര പരിഹാരമാണ് മേഖലയിലെ നിലവിലെ പ്രശ്നങ്ങൾക്കുള്ള ഏക പരിഹാരമെന്ന് നോർവൻ പ്രധാനമന്ത്രി ജോനാസ് ഗെഹൻസ്റ്റോർ ബുധനാഴ്ച പറഞ്ഞിരുന്നു. 10,000 കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത ഗസയിലെ യുദ്ധത്തിൽ മറ്റൊരു പരിഹാരമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. നോർവേയുടെ പ്രഖ്യാപനത്തിന് പിന്നാലെ ഫലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കുമെന്ന് പ്രഖ്യാപിച്ച് അയർലൻഡ് പ്രധാനമന്ത്രി സൈമൺ ഹാരിസും രംഗത്തെത്തി. അയർലൻഡ്, നോർവേ, സ്പെയിൻ എന്നീ രാജ്യങ്ങൾ ഫലസ്തീനെ ഇന്ന് സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കുന്നതായി പ്രഖ്യാപിക്കുന്നു. തീരുമാനം പ്രാബല്യത്തിൽ വരുത്തുന്നതിന് ആവശ്യമായ ദേശീയ നടപടികളെല്ലാം ഞങ്ങൾ ഓരോരുത്തരും ഏറ്റെടുക്കും. വരും ആഴ്ചകളിൽ ഈ സുപ്രധാന തീരുമാനത്തിൽ കൂടുതൽ രാജ്യങ്ങൾ തങ്ങളോടൊപ്പം ചേരുമെന്ന ഉറപ്പ് തങ്ങൾക്കുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മെയ് 28-ന് ഫലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കുമെന്ന് സ്പെയിൻ പ്രധാനമന്ത്രി പെഡ്രോ സാഞ്ചസും അറിയിച്ചിട്ടുണ്ട്. അതിനിടെ രാജ്യങ്ങളുടെ പ്രഖ്യാപനത്തിന് പിന്നാലെ അയർലൻഡിലെയും നോർവേയിലെയും തങ്ങളുടെ അംബാസഡർമാർ ഉടൻ മടങ്ങി വരണമെന്ന് ഇസ്രായേൽ വിദേശകാര്യമന്ത്രിയും അറിയിച്ചിട്ടുണ്ട്. ഇതോടെ ഇസ്രായേൽ കൂടുതൽ ഒറ്റപ്പെടുകയും ഫലസ്തീനെ അംഗീകരിക്കുന്ന രാഷ്ട്രങ്ങളും ഇസ്രായേലും തമ്മിൽ കൂടുതൽ ബന്ധങ്ങൾ വഷളാവുകയും ചെയ്യും.